ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കബാബിന്റെ ഒരു റെസിപ്പി ഒന്ന് നോക്കാവേ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈവനിങ് സ്നാക്കായിട്ട് ചോറിന് ഈ കബാബ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഞാൻ ഡോക്ടർ സിനി സജയ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്നാൽ കൂടിയും ചെറിയ ചില പീസസിൽ ചെറുതായിട്ട് എല്ലുണ്ട്. അപ്പോൾ ആ എല്ലുള്ള പീസസ് മാറ്റിയിട്ട് നമുക്കത് വല്ല ചിക്കൻ സൂപ്പിനോ അല്ലെങ്കിൽ ചിക്കൻ കറിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം എല്ലില്ലാന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയിൽ ചെറിയ എല്ലുണ്ട്, അപ്പോൾ അതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം നമ്മളിത് ചോപ്പറിലിട്ട് ഡയറക്റ്റ് അടിച്ചെടുക്കുവാണ്. ഇതിന് മുന്നേ ഞാനൊരു ചിക്കൻ കബാബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചിട്ടാണ് കുക്കറിലിട്ട് ഒരു വിസിൽ അടിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ ചിക്കൻ നേരെ ചോപ്പറിലിട്ട് അടിച്ചെടുക്കുവാണ്. ഇത് കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് കബാബാണ് കേട്ടോ. കാരണം ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളിതിവിടെ കഴിക്കുകയും ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോഴേക്കും കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഉണ്ടാക്കിയ കബാബ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നേ. ശങ്കറിൻ്റെ ബർത്ത്ഡേക്ക് സീഷെല്ലിൽ പോയിട്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും അതേ സെയിം ടേസ്റ്റ് വരുന്ന കബാബാണ് കേട്ടോ. ഇത് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അപ്പം ഞാനതിൽ ഇടയിൽ ചെറിയ ഒരു എല്ല് മാതിരി ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ കത്തിയിലെടുത്ത് മാറ്റുന്നുണ്ട്. ആ എല്ലുള്ള പീസുകൾ നമുക്ക് ചിക്കൻ സൂപ്പിന് അല്ലെങ്കിൽ ചിക്കൻ കറിയായിട്ട് അങ്ങനെ വല്ലതും ഉപയോഗിക്കാവുന്നതാണ്. അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാനങ്ങനെ ഇത് എല്ലില്ലാത്ത പീസെല്ലാം എടുത്ത് അതിലിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ചൊരു മല്ലിയില, പച്ചത്തേമ്പറ, പിന്നെ ഒരേ ഒരു സവാള കൂടി നിറയെ വേണ്ട. സവാള ക്ലീൻ ചെയ്ത് തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പച്ചത്തേമ്പറ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് പാതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം മതിയേ ഈ കബാബിന്. ഉരുളക്കിഴങ്ങ് അതുപോലെയുള്ള ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മാത്രമേ ഉള്ളൂ ഇതിൽ. അതും ചിക്കൻ വന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടില്ല, അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിനുള്ള എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഏകദേശം ചിക്കനുള്ളത് ഒരു 3/4 കിലോ ചിക്കനാണ്. പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിക്കായിട്ട് ഞാൻ ആകെ ഇടുന്നത് കുറച്ച് കുരുമുളക്, ഒരു 10 കുരുമുളകും 1 സ്പൂണോളം വലിയ ജീരകം, പെരുംജീരകവും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വേറെ പച്ചമുളക് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില വളരെ കുറച്ച് ക്വാണ്ടിറ്റി, നിറയെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും ഇലയെല്ലാം നമ്മൾ നിറയെ സമയം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം അത് എടുക്കാൻ. കാരണം അതിൽ നിറയെ കീടനാശിനികൾ ഏറ്റവും കൂടുതൽ തളിച്ച് വരുന്നതാണ് കറിവേപ്പിലയെല്ലാം. അപ്പോൾ ഇതിൽ കറിവേപ്പിലയും ഇട്ടിട്ടില്ല ഞാൻ, മല്ലിയിലയും പച്ചത്തേമ്പറയും മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ചോപ്പറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും വലിയ ജീരകവും നമ്മൾ ചെറിയ ജാറിൽ അടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് 3/4 കിലോ ചിക്കന് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് എനിക്ക് കറക്റ്റായിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ കബാബിൻ്റെ സ്റ്റിക്സ് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുമേ. അത് അധികം വിലയില്ല, 100 രൂപയോ 150 രൂപയ്ക്കോ കിട്ടും. നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള സ്റ്റിക്സിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ സ്റ്റിക്സ് തീർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ടെറസിൽ മേലേന്ന് തെങ്ങിൻ്റെ ഓലയുടെ പച്ച ഈർക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, സ്റ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്.
മറ്റേ കബാബിൻ്റെ സ്റ്റിക്സ് നമുക്ക് ആമസോണിൽ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്റ്റിക്സ് വാങ്ങിയാൽ മതി. അതല്ല, അത് ഇതിൻ്റെയാണ്, അത് വുഡ് സ്റ്റിക്സാണ് കേട്ടോ. പക്ഷെ ഞാൻ മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് ഞാൻ പച്ചയിർക്കിലാണ് മേലേന്ന് ടെറസിൽ നിന്ന് എടുത്തിട്ട് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലിപ്പോൾ ഒരു സവാള അങ്ങനെ പാതിയായിട്ടൊന്ന് ചോപ്പറിൽ ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പച്ചത്തേമ്പറ, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ റെസിപ്പി ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മൾ വീഡിയോക്കായിട്ട് എടുത്തതല്ല ഇത്. ഞാൻ ശങ്കറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഫുഡാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കബാബ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഞാനിത്. ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിൽ നമുക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ കുറച്ച് എണ്ണ മതി. നമ്മൾ നീട്ടത്തിലൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കിൽ പിടിച്ചിട്ട് നമുക്ക് ഈ കബാബ് അങ്ങനെ തിരിച്ചും മറിച്ചും ഇടാവുന്നതാണ്. അത് തിരിച്ചും മറിച്ചും 4 സൈഡും നന്നായിട്ട് വേവിക്കണേ. കാരണം ഇത് പച്ചയിറച്ചിയാണ്, ചിക്കനാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സീഷെല്ലിൽ നമ്മൾ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറയുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇടയിൽ ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. അവർക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കനും സവാളയുമാണ് നമുക്ക് അരഞ്ഞു വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ. അതുകൊണ്ട് ചിക്കനും സവാള ഒന്ന് പാതിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു തവണ ഒന്ന് കറക്കിയെടുത്തേ. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മല്ലിയില, പച്ചത്തേമ്പറ, വെളുത്തുള്ളി, ഇഞ്ചി അതുപോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കിയെടുത്ത് അതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ആവശ്യത്തിനുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മിക്സിയുടെ ചെറിയ ജാറിൽ അതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം കൂടെ. മസാലയെന്ന് പറയാൻ ഞാൻ വലിയ ജീരകവും കുരുമുളകും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്നും ഇട്ടിട്ടില്ലേ. ഈ 2 സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേ വളരെ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതിലേക്കിട്ട് എല്ലാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ഇടുവാണ്. ഞാനിത് പറഞ്ഞ പോലെ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല. ഇവിടെ കുക്ക് ചെയ്തപ്പോൾ അതുകൂടെ ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുവാണ്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാം ഒന്നും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അടുപ്പിച്ച് വെച്ചിട്ടില്ല. എല്ലാം വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് ഇഞ്ചിയെല്ലാം തപ്പിയെടുക്കണേണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മല്ലിയിലയും പച്ചത്തേമ്പറയെല്ലാം കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണേ. പെട്ടെന്ന് നന്നായിട്ട് ഇതായി വരും, നമുക്കത് അരഞ്ഞു വരുവേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറ് കൂടി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ചോപ്പർ നിങ്ങൾക്ക് ആമസോണിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആമസോണിൽ ഇത് അവൈലബിളാണ്. ഇത് എനിക്ക് കുക്കിങ്ങിന് വളരെ സഹായകരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുക്കിങ്ങിന് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്, അരയ്ക്കാനെല്ലാം, തോരനെല്ലാം, പച്ചക്കറികളെല്ലാം അരക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടിക്കണം. എരിവ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മുളക് പൊടി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കിലോ ചിക്കന്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 10-15 എണ്ണം. അത് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചിട്ടാണ്. മിക്സിയുടെ ചെറിയ ജാറിൽ കുരുമുളകും ജീരകവും കൂടെ അടിച്ചിട്ടാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് ഉപ്പ് ഏകദേശം 1 ടീസ്പൂണുള്ളതാണ് നമ്മൾ ഈ 3/4 കിലോ ചിക്കന് ആകെ ഇട്ട് കൊടുക്കുന്നത്. അത് കറക്റ്റ് അളവായിരുന്നു ഉപ്പ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ലാസ്റ്റ് അതിൻ്റെ ബ്ലേഡെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളതിൽ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴേക്കും
എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നമുക്ക് ആ ഷേപ്പിലാക്കി അങ്ങനെ ഇതാക്കി എടുക്കാൻ, കബാബിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ ഈസി ആയിരിക്കും. ഓയിൽ ഒഴിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഷേപ്പിലോട്ട്, കബാബിൻ്റെ ഷേപ്പിലോട്ട് മാറ്റുമ്പോഴേക്കും നമ്മൾ കയ്യിൽ ലൈറ്റായിട്ടൊരു ഓയിൽ തടവി കൊടുക്കണേ. എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് കയ്യിൽ ആദ്യം വെച്ചിട്ട്, എന്നിട്ട് ഇതങ്ങനെ ആ സ്റ്റിക്കിന് ചുറ്റിനും പൊതിഞ്ഞ്, ഞാനിത് വീഡിയോയിൽ അടുത്ത ഇതിൽ വരുന്നുണ്ട്, അതിൽ കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കിൽ അത് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ വലിയ ജീരകവും കുരുമുളകും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അതും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, ഇത്രയുമേ നമ്മൾ മസാല ഇടുന്നുള്ളാകെ. അതങ്ങനെ അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ബ്ലേഡെല്ലാം മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, അത് വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കണേ. ഓൾറെഡി അത് എല്ലാം കൂടെ മിക്സ്ഡാണ്, എന്നാലും എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ശങ്കരനെ ഇപ്പോൾ പലപ്പോഴും എൻ്റെ കൂടെ വീട്ടിലുള്ളപ്പോഴെല്ലാം അവൻ എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ അവന് അമ്മയുടെ കയ്യിൽ നിന്ന് ഈ റെസിപ്പീസെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവനും കുറേ കുക്കിംഗ് അവന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവനും ഞാനും കൂടെ ഒരുപാട് പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. വീഡിയോ ആയിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ചില്ലി ചിക്കൻ ഉണ്ടാക്കി, പാൻ കേക്ക്, അതുപോലെ ഒരുപാട് റെസിപ്പീസ്. അപ്പോൾ ഈ കബാബിൻ്റെ ഇത് കഴിച്ചപ്പോഴേക്കും, ഇത് ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള റെസിപ്പി തന്നെയാണ്. അവനും പറയണ്ടായിരുന്നു അടുത്ത തവണ വരുമ്പോഴേക്കും അമ്മയുടെ അടുത്ത് നിന്ന് ഇത് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പം കുട്ടികളെ നമ്മൾ കുക്കിംഗ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അല്ല ദൂരെയൊക്കെ പോയാൽ അവർക്ക് സെൽഫായിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം മാരേജിന് ശേഷമാണെങ്കിലും ഇപ്പോൾ എല്ലാവരും തന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിട്ടായിരിക്കും, 2 പേരും ചേർന്നായിരിക്കുമല്ലോ കുക്കിംഗ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്കത് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇവരെ 2 പേരെയും കുക്കിംഗ് കുറച്ചായിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവർക്കതിന് താല്പര്യവുമുണ്ട്. അതുകൊണ്ടിട്ട് അവർ പലതും എപ്പോഴും ഉണ്ടാക്കാൻ എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ അരച്ചിട്ട് പിന്നെ അതിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നോക്കണേ. ചിക്കനെല്ലാം അടിച്ചെടുത്തതിന് ശേഷം അതിലൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത്, എന്നിട്ട് കയ്യിലൊന്ന് എണ്ണ ഒന്ന് നന്നായിട്ട് തടവി കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ പച്ച ഈർക്കലാണ് എടുത്തിട്ടുള്ളത്, അതിന് ചുറ്റി ഒരു ചെറിയൊരു ഉരുളയായിട്ട് എടുത്തിട്ട് അതിനെ ചുറ്റി ഇങ്ങനെ പൊതിനെ ഇങ്ങനെ ഷേപ്പിലോട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമേ. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒന്നിച്ച് പാനിലിട്ട് തിരിച്ചും മറിച്ചും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. നിറയെ എണ്ണ വേണ്ട, 1-2 ടീസ്പൂൺ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അതിന് മേലെയിട്ട് നമുക്കൊരു 2-3 ഡ്രോപ്സ് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാക്സിമം ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിത് ചോറിന് കഴിക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് സ്റ്റിക്ക് എടുത്ത് വെക്കുന്നു, എന്നിട്ട് അതിനെ ഇങ്ങനെ പൊതിയുന്നു. സ്റ്റിക്ക് നിങ്ങൾ ആമസോണിൽ ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങി വെച്ചോളേ. അത് 100 രൂപ 120 രൂപയ്ക്ക് തന്നെ നമുക്ക് നിറയെ സ്റ്റിക്സ് കിട്ടും, ഒരു ബഞ്ചായിട്ട് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ പച്ച ഈർക്കലാണ്, അതും കുറച്ച് നീളത്തിലെടുത്തിരിക്കണം. സ്റ്റിക്കയിൽ പിടിച്ച് മറിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തിരിച്ചും മറിച്ചിടുമ്പോൾ നമുക്ക് കൈ പൊള്ളാതെ ഈ സ്റ്റിക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം പരത്തി ഷേപ്പാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊഴിച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുത്ത് വെക്കാവേ. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി സ്റ്റിക്കിൽ. മറ്റേ സ്റ്റിക്കാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, കാരണം അത് കുറച്ചുകൂടി ഒരു തിക്നെസ് ഉണ്ടാകും. ഇതിപ്പോൾ ഞാനത് കഴിഞ്ഞുകൊണ്ട് വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പച്ചയിർക്കിൽ എടുത്തതേ ഉള്ളേ.
മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ വീതി ഉണ്ടാവും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ അതിന് ചുറ്റും പരത്തിയെടുക്കാനായിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്കൊരു 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കാം. അവർ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ചോറിനൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പൊതുവേ ഇതുപോലുള്ള റെസിപ്പീസ് വലിയ ഇഷ്ടമാവും. അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് മയണൈസും സോസ് എല്ലാം കൂട്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ കൂടി നമുക്കിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഇത് പറ്റുമേ. അപ്പോൾ ഞാൻ പാന് ഗ്യാസിൽ വെച്ചിട്ട് നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ഓളം ഓയിൽ, അത് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കണതാണ് നല്ലത്. സൺഫ്ലവർ ഓയിൽ അതുപോലുള്ള ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. പാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. വളരെ ചെറിയ ക്വാണ്ടിറ്റി എണ്ണ മതിയേ. അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ നിരത്തി വെക്കുന്നു. ഇതുപോലെ നിരപ്പായിട്ടുള്ളൊരു പാൻ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിങ്ങനെ മറ്റേതെല്ലാം നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള കബാബിൻ്റെ ഇത് അങ്ങനെ നിരത്തി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ആ സ്റ്റിക്കിൽ പിടിച്ച് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലുള്ള സമയങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്കിപ്പോൾ കറിയൊന്നുമില്ല, ചിക്കൻ മാത്രം വീട്ടിലുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു കുറച്ച് മല്ലിയിലയും പച്ചത്തേമ്പരയും കൂടെ മതി. മല്ലിയില മാത്രം ഇട്ടാലും മതി. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമേ. കുട്ടികൾക്ക് കൂടി ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ കബാബ് കൂടിയാണ്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു സൂപ്പർ ടേസ്റ്റുമാണ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ കബാബിൻ്റെ ഇത് നമ്മളിങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി എണ്ണ ഇത്തിരി പോരാൻ തോന്നി. ഞാൻ 1 ടീസ്പൂൺ അടുത്ത എണ്ണ ആദ്യം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ കൂടി എണ്ണ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് കൂടി ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാവുന്നതാണ്, ഫ്രൈ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ എണ്ണ പോരാന്ന് തോന്നിയതുകൊണ്ട് ഒരിത്തിരി എണ്ണ കൂടി അതിന് മേലെയായിട്ട് ഒരു 5-6 ഡ്രോപ്സ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് 4 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണേ. കാരണം നമ്മളിത് കുക്കറിൽ വേവിക്കാത്ത ചിക്കനാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റോളം ഏകദേശം തിരിച്ചും മറിച്ചും ഇട്ട്, പക്ഷേ അത് പെട്ടെന്ന് വെന്ത് വരും. ഗ്യാസ് വന്ന് സ്വിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് പറയുന്നത് കുക്കിംഗ് പഠിക്കണ കുട്ടികൾക്കും അതുപോലെ ദൂരങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാം ഇത്
സഹായകരമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിൽ കൂടിയും അവർ കുക്കിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. വന്നിട്ട് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുള്ളാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ കളറൊന്നും മാറി വന്നപ്പോഴേക്കും നമ്മൾ അങ്ങനെ മറിച്ചിടുവാണേ. സ്റ്റിക്കിൽ പിടിച്ച് നിങ്ങൾക്ക് മറിച്ചിടാവുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ സ്റ്റിക്ക് വന്നിട്ട് പച്ചയിരിക്കില്ല, അതിനധികം തിക്നെസ് ഇല്ല. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിക്കൊണ്ടിട്ട് ഞാൻ ഇത് വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് മറിച്ചിടുവാണേ. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ വന്നാൽ മതി ഓരോ സൈഡും. അങ്ങനെ ആ കളർ വരുമ്പോഴേക്കും 4 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണേ. വളരെ കുറച്ച് എണ്ണയും ഇപ്പോൾ ഞാനിതിൻ്റെ ഉപയോഗിച്ചിട്ടില്ല. കഷ്ടിച്ച 1 സ്പൂൺ എണ്ണയും പിന്നെ കുറച്ച് എണ്ണ അതിന് മേലെയായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിച്ച് ഒരു 5-6 ഡ്രോപ്സ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേറെ അങ്ങനെ ഒരുപാട് ഓയിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല. നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് റെഡിയാക്കുന്നതാണ്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഫുഡിന് ചോറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കിയതാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട്. അവർക്ക് ഇതുപോലെ ചോറിന് കഴിക്കാനാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം. അല്ല നമുക്ക് സ്നാക്സായിട്ടും ഇത് വളരെ നല്ലത് തന്നെയാണ്. മൈനൈസും സോസെല്ലാം കൂട്ടി കൊടുക്കാം. ഗസ്റ്റെല്ലാം വരുമ്പോൾ കൂടി നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ചുറ്റിനും നിറയെ സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റിക്കില്ലാതെയും ഞാനിതിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്കില്ലാതെയും ആ കബാബിൻ്റെതായ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മുരിഞ്ഞ് വരുന്ന സമയത്തിനുള്ളിൽ അടുത്ത സെറ്റ് ഇടാനുള്ളത് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ചിലത് സ്റ്റിക്കോടുകൂടി വെച്ചിട്ടുണ്ട്, ചിലത് സ്റ്റിക്കില്ലാതെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിക്കണേ. കാരണം ഇത് നമ്മൾ കുക്കറിൽ ആദ്യം ചിക്കൻ വേവിച്ചിട്ടില്ല, പച്ച ഇതാണ് നമ്മൾ മറ്റേ ചോപ്പറിൽ ഇട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അടുത്ത സെറ്റിലേക്കുള്ളത് കൂടെ ഷേപ്പിലാക്കി വെച്ചേക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ എണ്ണ ഒഴിക്കേണ്ടി വന്നില്ല. എനിക്ക് അടുത്തതിൽ എണ്ണ ഞാൻ മേലെ മാത്രം ഒരു 5-6 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അടുത്ത സെറ്റ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. ഒരുപാട് ബ്രൗണിഷ് ആകേണ്ട കാര്യമില്ല. ഇതേപോലെ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ഇതായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സൂപ്പർ ആയിട്ടുള്ള കബാബ് റെഡി ആയിട്ടുണ്ട്. വളരെ സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളും ട്രൈ ചെയ്യൂ, എൻജോയ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.